ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജെൻസി കുട്ടികളിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം 1,70,70,000-ഓളം പേര് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഓരോ 40 സെക്കൻഡിലും ഒരു ആളെങ്കിലും ആത്മഹത്യ ചെയ്യുന്നു എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇതില് 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സമൂഹം പറയും ഈ തലമുറയിലെ കുട്ടികൾക്കൊന്നും ആത്മഹത്യ ഒരു പ്രവണതയാണ്, അവർക്ക് തീരെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയാണ്. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ആളുകളൊക്കെ അവരുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളെ തന്റെ അടുത്തുള്ള ആളുകളോട് പറയാനായിട്ട് മടിക്കും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റാതെ ആകുമ്പോൾ അവര് അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോ നമ്മുടെ സമൂഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്നത്തെ ആളുകൾക്കാണ് കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നതെന്ന്. അപ്പൊ പണ്ടുള്ള ആളുകൾ ഒട്ടും പണ്ട് കാലത്തൊന്നും ഇത്രയും ആത്മഹത്യ ചെയ്തിരുന്നില്ല എന്നത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പണ്ടുള്ള ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മുടെ പൂർവികരൊക്കെ പറയുന്നുണ്ട് പണ്ട് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല, ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പണ്ട് കാലത്തെ ആളുകൾക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു, ഇത്തരം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ആളുകൾക്കാണ് ഇത്തരം അസുഖങ്ങൾ എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോ പണ്ട് കാലത്ത് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല, ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അന്നെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീണ് മരിക്കലൊക്കെയായിരുന്നു. അപ്പൊ കുഴഞ്ഞു വീണ് മരിക്കല് അറ്റാക്ക് വന്നിട്ടല്ലേ ഉണ്ടാവാം. അത് മാത്രല്ല, അല്ല അറ്റാക്ക് എപ്പോഴും അറ്റാക്ക് വന്നിട്ടാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നത് ശരിയല്ല. എന്നാലും അറ്റാക്ക് വന്നിട്ടാണ് കുഴഞ്ഞു വീണ് മരിക്കാറ്. പിന്നെ പണ്ട് കാലത്തെ ആളുകൾ നന്നായിട്ട് മുറുക്കിയിരുന്നു. അപ്പോ മുറുക്കുന്ന ആളുകൾക്കൊക്കെ കവിളിന്ന് ഇങ്ങനെ വെള്ളം, ഒരു ദ്രാവകം ഇങ്ങനെ വരും. അതായത് കവിളൊട്ടല് എന്നൊക്കെ പറയും. അത് മൗത്ത് ക്യാൻസർ അല്ലേ. കാലത്ത് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ അസുഖങ്ങൾക്ക് വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലൈക്ക് ദാറ്റ് പണ്ട് കാലത്തെ ആളുകൾ തീരെ അധികവും ആത്മഹത്യ ആയിരുന്നില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അവർക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടാകാം. നമ്മളിങ്ങനെ ജഡ്ജ്മെന്റലായിട്ട് ടോക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ആത്മഹത്യ പ്രവണത എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് എന്ന രീതിയിലൊക്കെ നമ്മൾ ടോക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു പക്ഷെ നമ്മുടെ അടുത്തുള്ള ആളുകൾക്കായിരിക്കാം, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾക്കായിരിക്കാം ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാം. അവരെന്താ ചെയ്യാച്ച, അവര് ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞ ഭീരുത്വമാണല്ലോ എന്ന രീതിയിൽ അവർ തങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ടോ ഷെയർ ചെയ്യാൻ മടിക്കും. അപ്പോ അങ്ങനെ മടിച്ച് അവര് അവസാനം അവർക്ക് ആ ഒരു വേദന മനസ്സിൽ താങ്ങാൻ പറ്റാതെ അവർ ആത്മഹത്യ ചെയ്യാൻ എന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആളുകളെ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ ആത്മഹത്യ പ്രവണത ഉള്ള ആളുകളെ നമ്മൾ ഒട്ടും കൈവിടാൻ പാടില്ല. നമ്മൾ അവരോട് ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ അവരോട് എന്ന് പറഞ്ഞാൽ നല്ലൊരു അപ്രോച്ചിൽ പോകണം. ലൈക്ക് നമ്മള് അവരുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് എന്ത് വന്നാലും നമ്മൾ അവരുടെ കൂടെയുണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ അവർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ കൗൺസിലിംഗ് ഒക്കെ പോവാനായിട്ട് അവരെ ഒന്ന് പുഷ് ചെയ്യാം. ലൈക്ക് ഇന്നെന്ന് പറഞ്ഞാൽ, ഇന്നല്ല എപ്പോഴും ആളുകളിൽ ഒരു ധാരണ ഉണ്ട്, ഈ കൗൺസിലിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത് മാനസിക രോഗമുള്ള ആൾക്കാരാണല്ലോ പോവുക എന്ന രീതിയിലൊക്കെയാണ് ആളുകളിൽ ധാരണ. അപ്പൊ നമ്മൾ ആ ധാരണയ്ക്ക് കളഞ്ഞിട്ട് നമുക്ക് പ്രശ്നം വരാണ്, ഈ ഇങ്ങനെ സ്ട്രെസ് വരാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകുന്നത് ഒട്ടും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കൗൺസിലിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആരും ആ റൂമിലേക്ക് അധികം കയറാറില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ പോകണം. ഇങ്ങനെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നണം എന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ട് വരാണെങ്കിൽ നിങ്ങൾ അപ്പോ നേരെ കൗൺസിലറെ കാണാൻ പോയിക്കോളൂ. ഒരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞ
ഞാൻ പറഞ്ഞല്ലോ 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യുന്നതെന്ന് കാണുന്നത്. അതായത് ഈ 15 മുതൽ 29 വയസ്സ് വരെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് കൂടുതലായിട്ടും നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ഇങ്ങനെ കേൾക്കാമല്ലോ, അതായത് ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വം, ആ രീതിയിലൊക്കെ മണ്ടത്തരാണ് എന്ന രീതിയിലൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ 15, 20, 29 വയസ്സ് വരെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അപ്പൊ അവർക്ക് അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് പുറത്തു പറയാൻ തോന്നില്ല. അത് പറയുന്നത് ഭീരുത്വമാണ് ആ രീതിയിൽ. പിന്നീട് അവര് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി കൂടി എക്സ്ട്രീം കണ്ടീഷൻസിലാകുമ്പോൾ അവർക്ക് ഒട്ടും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായിരിക്കാം ഈ 15 മുതൽ 29 വയസ്സ് വരെയുള്ള ആളുകൾ കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യാൻ കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് കുറച്ചു പേരുമായിട്ട് സംസാരിച്ചിരുന്നു പറഞ്ഞാൽ റാൻഡംലി കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരോട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോ ഞാൻ വിളിച്ചു ചോദിക്കുന്ന കൂടുതൽ ആൾക്കാരും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അത് റെയർ ആയിട്ടൊരു കേസല്ല. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നത് റെയർ ആയിട്ടൊരു കേസില്ല. അവര് പറയുന്നത് 10ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, 10ാം ക്ലാസ്സിലത്തെ കാര്യങ്ങളാണ്. അത് 10ാം ക്ലാസ്സിലെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് 10ാം ക്ലാസ് ആകുമ്പോ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലോ. 10ാം ക്ലാസ് ആണ് ഭാവി, 10ാം ക്ലാസ്സിൽ തന്നെ ഫുള്ള് ഇത് കിട്ടണം, ഫുൾ A+ കിട്ടണം എന്ന രീതിയിൽ പറഞ്ഞ് അവരെ ഒരു വടംവലി പോലെ വലിക്കാണ് ഈ അവരുടെ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവരെ രണ്ട് സൈഡിൽ നിന്നും വടംവലി പോലെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അതായത് 10ാം ക്ലാസ്സിൽ നല്ല അത്യാവശ്യം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അവരെ ഇങ്ങനെ കൂടുതലായിട്ട് ഒരു കാര്യം ചെയ്യാൻ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ എല്ലാവർക്കും ഇപ്പോ നല്ല മാർക്ക് വാങ്ങാൻ പറ്റിക്കോളണമെന്നില്ല. ഇപ്പോ ഒരു സബ്ജക്റ്റില് ഇപ്പോ എല്ലാവർക്കും ഒരേ കഴിവല്ലല്ലോ. ഇപ്പോ ഒരു ഫുട്ബോള് കളിക്കുന്ന ആൾക്ക് പാട്ടുപാടാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലേ? അപ്പോ ഒരു പരീക്ഷയ്ക്ക് എഴുതുമ്പോ അവർക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു എന്ന് വരാം. നമ്മൾ അതിനെ പിടിച്ച് കൂടുതൽ ആയിട്ട് നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക. അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടാകും. അപ്പൊ ആ കഴിവിനെ നമ്മൾ അവരെ വിടണം. ഇനിയിപ്പോ ഇത് ഞാൻ പറയുന്നത് 10ാം ക്ലാസ് ഒട്ടും വേണ്ട എന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷെ അവർക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, ഇനി അടുത്ത പ്രാവശ്യം നോക്കാം എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നിനക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, നീ ഒട്ടും പഠിച്ചില്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പോകരുത്. ഓക്കെ, കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് 10ാം ക്ലാസ്സിൽ കുറെ നേരം ഇരുന്ന് പഠിക്കുകയും ചെയ്യും, എന്നിട്ട് ഒട്ടും മാർക്കും ഉണ്ടാവില്ല. എന്നിട്ട് അവർക്ക് ഉള്ള ജീവിതം വീട്ടിൽ നിന്നും ക്ലാസ്സിൽ നിന്നും ഒക്കെ കിട്ടും ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവര് പഠിക്കുന്നുണ്ടെന്ന് കണ്ടാൽ, പഠിച്ചിട്ട് മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്തില്ലോ, ഇനി അടുത്ത പ്രാവശ്യം നോക്കണം എന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക. അല്ലാതെ കൂടുതൽ നമ്മളൊന്നിനും പുഷ് ചെയ്യാൻ പാടില്ല. അവരെങ്ങനെ കൂടുതലും കുറ്റപ്പെടുത്താൻ പാടില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ അണുകുടുംബങ്ങളായി. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മള് കുറെ പേരുമായിട്ട് ഷെയർ ചെയ്യും. അത് മാത്രമല്ല, കൂട്ടുകുടുംബത്തിലെ അധികം പേർക്കും വലിയ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇപ്പോ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ നമ്മുടെ പ്രശ്നം നമ്മളെ കേൾക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ.
ഒന്നെങ്കിൽ നമ്മുടെ സഹോദരന്മാര് കേൾക്കും. നമുക്ക് നമുക്കൊരു 8ഉം 10ഉം സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടാവും. കാരണം ഒരാൾ അത്രയും അന്ന് പ്രസവിച്ചിരുന്നു. അപ്പൊ അത്രയും പേര് നമുക്കുണ്ടാവും. ഒന്നെങ്കിൽ അവര് കേൾക്കും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ക്ഷമയോടെ കേൾക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളൊക്കെ ചേർത്താണ്, അണുകുടുംബങ്ങളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ 1-2 കുട്ടികളുണ്ടാവും. കൂടിപ്പോയ 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ, 2-3 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പോ അവിടെ എന്ന് പറയുകയാണെങ്കിൽ ഈ 3 പേരും വേറെ വേറെ വഴിക്കാവും അധികം പോവുക. വേറെ വേറെ വഴിക്ക് എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ ഗോൾസ് ഫോക്കസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവരും തിരക്കിലാവും. പിന്നെ നമ്മുടെ ഈ കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അവരും ഓരോ ജോലി ചെയ്യുന്നതിന്റെ തിരക്കിലാവും. അപ്പോ ഈ പ്രശ്നം വരുന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. അപ്പോ അപ്പോഴാണ് നമ്മൾ കൗൺസിലിങ്ങിന്റെ ബെനിഫിറ്റ് എന്താന്ന് നോക്കണ്ടത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോവാ, കൗൺസിലറോട് കാര്യം പറയുക. അപ്പോ ഈ കൗൺസിലർ നമ്മളെ ജഡ്ജ്മെന്റ് ചെയ്യാതെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ആത്മഹത്യ എന്നത് പൂർണ്ണമായിട്ടും പുതിയൊരു അസുഖമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആത്മഹത്യ പ്രവണത എന്നത് പൂർണ്ണമായിട്ടും പുതിയൊരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ നമ്മള് വിഷാദ രോഗം വന്നിട്ടാണ് കൂടുതൽ പേര് ആത്മഹത്യ ചെയ്യുന്നത്. ഈ മഹാഭാരതത്തില് അർജുനന് വിഷാദ രോഗം വന്നതായിട്ട്, അർജുനന് അങ്ങനെ ഒരു വിഷാദം വന്നതായിട്ട് ചില റെഫറൻസുകൾ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെ. അപ്പോ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് റെയറായിട്ടൊരു കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് ഷെയർ ചെയ്യുക. നിങ്ങൾ അടുത്തുള്ള ആളുകൾക്ക് നിങ്ങളെ കംഫർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലറെ പോയി കാണേണ്ടതാണ്. ഇനിയിപ്പോ കൂട്ടുകാരെ, നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. അവരെ ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കാതിരിക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓക്കെ അല്ലേ എന്ന രീതിയിലൊക്കെ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റിഗ്മ, അതായത് ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇപ്പൊ അവരിങ്ങനെ ജഡ്ജ് ചെയ്യോ, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്നെ കൂട്ടാതിരിക്കുമോ എന്ന രീതിയിലൊക്കെ അവർ വിചാരിച്ചിട്ടാവാം നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ പറയാത്തതുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഗ്നോറൻസ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ മിത്രാദികളെന്നും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോ ഇത്ര തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാവരോടും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.